ഒത്തിരി നാളുകൾക്ക് ശേഷം ഞാനിതാ വീണ്ടും വന്നു. ഇത് ബ്രിഞ്ചോൾ ഉണ്ടല്ലോ, നമ്മുടെ വലിയ നീളമുള്ള ബ്രിഞ്ചോൾ. ആ ബ്രിഞ്ചോളാണ് ഞാനിതിപ്പം കൂട്ടാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു മെത്തേഡാണ്. ബ്രിഞ്ചോൾ ഇതുപോലെ ചെറിയ രീതിയിൽ വഴുതനങ്ങ ചെറിയ ഒരു പീസസായിട്ട് മുറിച്ച് വഴറ്റാൻ പോവുകയാണ്. വഴറ്റുന്നതിന് ഞാൻ ഇട്ടിരിക്കുന്നത് സവാള, തക്കാളി, പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഇത്രയും ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മുടെ വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് വഴറ്റുകയാണ്. ഞാനിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ചെമ്മീനും ഈ വഴുതനയും കൂടെയുള്ള മിക്സ് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചെമ്മീൻ ഓൾറെഡി മഞ്ഞളും ഉപ്പും മസാലകളൊക്കെ മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ഫിഷ് മസാല, മുളക്, മഞ്ഞൾ പൊടി, ഉപ്പ്, ഇത്രയും കാര്യങ്ങൾ പുരട്ടി ഒരു 2 മണിക്കൂർ മുമ്പേ മാറ്റി വെച്ചിട്ടുണ്ട്. തലേദിവസം എടുത്ത് വെച്ച് ഇനിയും വറുത്ത് കഴിഞ്ഞിട്ടാണെങ്കിലും ബാക്കിയുള്ളത് വെച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഇപ്പോൾ 1 കിലോ ആണ് നമ്മൾ ചെമ്മീൻ വാങ്ങിച്ചതെങ്കിൽ 1/2 കിലോ കുട്ടികൾക്ക് വറുത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് ഇപ്പോൾ വഴുതനങ്ങയും ഇതും കൂടെ മിക്സ് ചെയ്താൽ നല്ലൊരു വിഭവമാണ്. അങ്ങനെ ആകുമ്പം പച്ചക്കറിയും കുട്ടികളുടെ ഉള്ളിൽ ചെല്ലുകയും ചെയ്യും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. അപ്പോൾ ഇത് നമുക്ക് ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ വഴുതനങ്ങ വഴന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ഈ പ്രോൺസിനകത്ത് അല്ലെങ്കിൽ ഈ ചെമ്മീനകത്ത് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പ് വേണം വഴുതനയ്ക്ക് ചേർക്കാൻ. ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ചേർക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഇടുകയാണ്. ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഇട്ടാൽ മതി. മഞ്ഞൾ പൊടി ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും ആൻറ്റിബയോട്ടിക്കായിട്ട് നമ്മുടെ ബോഡിയിൽ യൂസ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് മഞ്ഞളും. അതായത് കഫക്കെട്ടൊക്കെ വരുമ്പോൾ മഞ്ഞൾ ചേർത്ത വെള്ളം കുടിച്ചാലും നല്ലതാണ്. കഫക്കെട്ടൊക്കെ പെട്ടെന്ന് പോകും. ഇത് ഞാനിതാ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. ചെറിയ ഒരു എരിവിന് വേണ്ടിയാണ്. ഓൾറെഡി പച്ചമുളക് നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രോൺസ് നമ്മൾ ഓൾറെഡി മസാലയെല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എരിവ് മുന്നോട്ട് നിൽക്കാതെ എല്ലാം ജസ്റ്റ് ഒന്ന് പിടിക്കാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വഴുതനങ്ങ ഓൾമോസ്റ്റ് ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചേർക്കാമെന്ന് വെച്ചാൽ നമ്മളുടെ പ്രോൺസിന് അധികം വേവ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇതിങ്ങനെ തന്നെ, അതിനാണ് ഞാൻ വഴുതനങ്ങ ഹാഫ് വേകാനായിട്ടിരുന്നത്. ഈ പ്രോൺസ് ബാക്കി നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് അതൊന്ന് വെന്ത് വരുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ വഴുതനങ്ങ പ്രോൺസ് ഇത് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു കഴിഞ്ഞു. ഓൾറെഡി പ്രോൺസൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യാമെന്ന് വെച്ചാൽ കുറച്ച് കറിവേപ്പില ഇതിൻ്റെ മുകളിലേക്ക് തൂകിയിട്ട് 1-2 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിക്കണം. കാരണം എന്നാലേ നമുക്ക് ആ കറിവേപ്പിൻ്റെ മണവും അതിൻ്റെ ഗുണവും ഒക്കെ ഇതിലേക്ക് ഇറങ്ങത്തുള്ളൂ. അപ്പോൾ നമുക്കൊരു സിമ്മിലിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വരാം. ഓക്കെ, നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞ് ഇത് തുറന്നിട്ടുണ്ട്. ഇത് കണ്ട എണ്ണയെല്ലാം മുകളിൽ തെളിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ഒന്ന് ഇളക്കി, അതിൻ്റെ ആ കറിവേപ്പിലയുടെയൊക്കെ മണം ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഇളക്കി അടച്ചു വെക്കാം. ഇതിലൊരു തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല. ഈ വഴുതനയിലെയും ഈ പ്രോൺസിൻ്റെയും വെള്ളം മാത്രമേ ഉള്ളൂ. ഇത് ഇനിയും ഡ്രൈ ആക്കണമെന്നുണ്ടെങ്കിൽ ആക്കാം. എന്നാൽ ഞാനൊരു സെമി ഗ്രേവി പരുവത്തിലാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് ഓഫ് ചെയ്യാണ്. നമുക്കിനിയും ഇത് സെർവ് ചെയ്യാം. നമ്മുടെ ഹെൽത്തി വഴുതനങ്ങ പ്രോൺസ് കറിയല്ല, റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ വഴുതനങ്ങ. കേട്ടോ, ലോങ് വഴുതനയാണ്, ഗ്രീൻ. ഈ വഴുതനയാണ് നമ്മൾ സ്മോളായിട്ട് മുറിച്ച് പ്രോൺസുമായിട്ട് ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ പ്രോൺസ് അധികം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ചെക്ക് ചെയ്തിട്ട് എല്ലാവരും അഭിപ്രായം പറയണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കമൻസും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെയും ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.